ഏവർക്കും സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ 2 കൺസെപ്റ്റുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിയും ദെൻ ഒരു ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റിയും. എന്താണ് കണ്ടിന്യൂസ്? ഒരു എക്സാമ്പിൾ നോക്കാം. മാത്തമാറ്റിക്സ് ഒന്നുമല്ല, ജനറൽ ആയിട്ടൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമുക്കറിയാം, ഒരു കോവിഡ് കാലമാണ്. ഒരു 5-6 മാസമായി നമ്മൾ വീട്ടിൽ എങ്ങനെ അടഞ്ഞു കൂടിയിരിക്കുകയാണ്. ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എത്രയും പെട്ടെന്ന് കഴിയട്ടെ. കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ടൂറായിട്ട് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടൂർ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ഫാമിലിയോടൊപ്പം. മൈസൂരിലേക്കാണ് പോകുന്നത് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പുലർച്ചെ ഒരു വാഹനത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നും കയറി നേരെ മൈസൂരിലേക്ക് യാത്ര പോവുകയാണ്. പോകുന്ന വഴിയിലൊന്നും നമ്മൾ നിർത്തിയില്ല. നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനായ മൈസൂരിൽ ചെന്നിട്ടാണ് നമ്മുടെ വാഹനം ആൾട്ട് ചെയ്തത്. അപ്പൊ നോക്കുക, നമ്മുടെ യാത്ര എന്താണ്? ഒരു കണ്ടിന്യൂസ് ജേണിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കയറി നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മൈസൂരിൽ ചെന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ യാത്ര എന്താണ്? ഒരു കണ്ടിന്യൂസ് യാത്രയാണ്. പറഞ്ഞൂടെ? ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ യാത്ര പോവുകയാണ് ഫാമിലിയോടൊപ്പം മൈസൂരിലേക്ക്. ഒരു 2 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ആ ട്രിപ്പിനിടയിലാണ് നമുക്ക് വയനാടിലെ സുൽത്താൻ ബത്തേരിയിൽ നമുക്കൊരു റിലേറ്റീവിന്റെ വീടിന്റെ സങ്കല്പിക്കാം. അപ്പൊ നമ്മുടെ യാത്രക്കിടയിൽ നമ്മുടെ ആരെങ്കിലും പറഞ്ഞു, ഏതായാലും നമ്മൾ മൈസൂരിലേക്ക് പോകല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഈ റിലേറ്റീവിന്റെ വീട്ടിലൊക്കെ ഒന്ന് കേറിയിട്ട് നമുക്കൊന്ന് പോകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സുൽത്താൻ ബത്തേരിയിലുള്ള റിലേറ്റീവിന്റെ വീട്ടിലെത്തിയപ്പോ എന്ത് ചെയ്യാം? കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളെ കാണുകയാണ്. ഭയങ്കര സൽക്കാരം. ആ സൽക്കാരത്തിൽ നമ്മൾ അങ്ങ് മയങ്ങി ഒരു 2-3 ദിവസം നമ്മൾ എന്ത് ചെയ്തു? ആ റിലേറ്റീവിന്റെ വീട്ടിൽ അങ്ങ് താമസിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? മൈസൂരിലേക്ക് യാത്ര തിരിച്ചത്. നമ്മുടെ ലക്ഷ്യസ്ഥാനം എടുക്കണേ മൈസൂരിലേക്കാണ്. അപ്പൊ നമ്മുടെ യാത്ര നോക്കി നിങ്ങൾ, കണ്ടിന്യൂസ് ആയിട്ടാണോ? കണ്ടിന്യൂസ് ജേണി ആണോ മൈസൂരിലേക്ക്? അല്ല, അതിന്റെ ഇടയിൽ വെച്ച് ബ്രേക്കിംഗ് വന്നു. അല്ലെ, സുൽത്താൻ ബത്തേരിയിൽ നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടിൽ വെച്ച് ഒരു ബ്രേക്കിംഗ് വന്നു. അപ്പൊ അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇതേപോലെ തന്നെ ചില ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആയിരിക്കും, ചില ഫങ്ഷൻസ് എന്താവില്ല? കണ്ടിന്യൂസ് ആവൂല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള ക്രൈറ്റീരിയ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ നോക്കി, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ അതിന്റെ ഡൊമൈൻ സെറ്റിലുള്ള ഒരു പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ 3 കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. എത്ര കണ്ടീഷൻസാ? 3 കണ്ടീഷൻസ്. വെരി ഗുഡ്. എന്താ ഫസ്റ്റത്തെ കണ്ടീഷൻ? ഏത് പോയിന്റിലാണോ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്, ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. മൂന്നാമത്തേതോ, ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് രണ്ടും ഈക്വൽ ആകും വേണം. എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ ലിമിറ്റിന്റെ വാല്യൂ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആകണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ആ പെർട്ടിക്കുലർ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആണല്ലോ? ഒന്ന് നോക്കി നിങ്ങൾ. നമ്മൾ ഫംഗ്ഷൻ എടുത്തു, എഫ് എന്നൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ നമുക്കറിയാം, ഏതൊരു ഫംഗ്ഷനും ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്യുക. തർക്കമില്ല. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് എക്സ് എന്ന സെറ്റിൽ നിന്ന് വൈ എന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന്റെ ആരോ ഡയഗ്രാം ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. എക്സ് എന്ന സെറ്റിൽ നിന്ന് വൈ എന്ന സെറ്റിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ മക്കളെ, അതിന്റെ ഡൊമൈൻ സെറ്റ്, ഇതാണ് ഡൊമൈൻ സെറ്റ്. ഈ ഡൊമൈൻ സെറ്റിലുള്ള ഒരു ആർബിട്രറി പോയിന്റ്, ഒരു ജനറൽ പോയിന്റ് നമ്മൾ സി എന്നെടുത്തു. ഈ സി എന്ന പോയിന്റിൽ, ഡൊമൈൻ സെറ്റിലുള്ള സി എന്ന പോയിന്റിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റത്തെ കണ്ടീഷൻ, ആ സി എന്ന പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അഥവാ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്, അതേ പോയിന്റിൽ ഫംഗ്ഷൻ ഒരു വാല്യൂ കാണണം, ഒരു ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടണം.
എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യണം. എഫ് ഓഫ് സി. മൂന്നാമത്തെ കണ്ടീഷൻ ഈ വാല്യൂ ഈക്വൽ ആകും വേണം. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ സി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്കിവിടെ സംശയം വരെ ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ ലിമിറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സംശയം വരെ എന്താണ് എഫ് ഓഫ് സി എന്നാണ്. അതൊരു എക്സാമ്പിളോട് നമുക്ക് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ എടുത്തു മക്കളെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജനറൽ ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്നെടുത്തു. നോക്കി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇത് എക്സ് എന്ന ജനറൽ പോയിന്റിലുള്ള ഫംഗ്ഷൻ ആണ്. അതിന് നമ്മൾ സി എന്ന പോയിന്റിലാക്കുമ്പോൾ എന്തായിരിക്കും ഫംഗ്ഷൻ നോക്കി നിങ്ങൾ, എഫ് ഓഫ് സി എന്ന് ചെയ്താൽ മതി. എക്സിന്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി ആവുന്നു എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിൽ എവിടേക്കാണോ എക്സ് ഉള്ളത് അവിടൊക്കെ എന്ത് കൊടുത്താൽ മതി, സി കൊടുത്താൽ മതി. അതാണോ മാറ്റം. ദാറ്റ് ഈസ് എന്ത് വരും, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് സി എന്തായിട്ട് മാറും, സി സ്ക്വയർ പ്ലസ് സി. ഇതാണ് എഫ് ഓഫ് സിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് വണ്ണിന്റെ വാല്യൂ എന്തായിരിക്കും, ഇത് സി എന്ന പെർട്ടിക്കുലർ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ആണ്. ഇതോ വൺ എന്ന പെർട്ടിക്കുലർ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ആണ്. അത്രേ മാറ്റുള്ളൂ. ദാറ്റ് ഈസ് എഫ് ഓഫ് വൺ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഈ ജനറൽ റിസൾട്ടിൽ എക്സ് ഉള്ളിടത്തൊക്കെ എന്ത് കൊടുത്താൽ മതി, 1 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇങ്ങനെയാണ് എഫ് ഓഫ് സി കാണാൻ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ കാണാം. അപ്പൊ നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിൽ ഒരു പുതിയ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാരൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു നോട്ട് ബുക്ക് വാങ്ങണം. ഈ നോട്ട് ബുക്കിന്റെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. 5th ചാപ്റ്റർ മുതലാണ് നമ്മൾ അറബിക് ഒന്ന് സെക്കൻഡ് ഇയർ ഹെഡിങ് കൊടുത്തോളൂ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം താഴെ ഒരു ഹെഡിങ് എഴുതുക, കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ കണ്ടിന്യൂറ്റി, ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. അതിനുശേഷം ഈ ഡെഫിനിഷൻ അതിമനോഹരമായിട്ട് എഴുതിക്കുക. ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഈ ഡെഫിനിഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ഉഷാറായിട്ട് എഴുതി വെക്കുക. എന്താ ഡെഫിനിഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡെഫിനിഷന്റെ രൂപത്തിലാക്കി എഴുതി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഡെഫിനിഷൻ ഒന്നും ബൈഹാർട്ട് മാത്തമാറ്റിക്സിലെ ഡെഫിനിഷനൊന്നും ഒരു പ്രസക്തിയും ഇല്ല. എന്നിരുന്നാൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്താണ് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. നോക്കി, ലെറ്റ് എഫ് ബി എ റിയൽ ഫംഗ്ഷൻസ് ആൻഡ് സി ബി എനി പോയിന്റ് ഇൻ ദി ഡൊമൈൻ ഓഫ് എഫ്. നമ്മൾ ഒരു ഫംഗ്ഷൻ എടുത്തു, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഒരു റിയൽ ഫംഗ്ഷൻ ആണ്. ആ റിയൽ ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റിലുള്ള ഒരു പോയിന്റ് ആണ് സി. അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ലെറ്റ് എഫ് ബി എ റിയൽ ഫംഗ്ഷൻസ് ആൻഡ് സി ബി എനി പോയിന്റ് ഇൻ ദി ഡൊമൈൻ ഓഫ് എഫ്. സി എന്നത് ആ ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റിലുള്ള ഒരു പോയിന്റ് ആണ്. നോക്കി, then f is said to be continuous at c. ആ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ സി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയപ്പെടണമെങ്കിൽ ഈ കണ്ടീഷൻ നോക്കി, നിങ്ങൾ 2 കേസ് വരുന്നുണ്ട്. കേസ് 1 വരുന്നുണ്ട്, കേസ് 2 വരുന്നുണ്ട്. എന്തിനാ 2 കേസ് എന്ന് വെച്ചാൽ ഫംഗ്ഷന്റെ നേച്ചർ അനുസരിച്ചാണ്, ഫംഗ്ഷന്റെ സ്വഭാവം അനുസരിച്ചാണ് കേസ് 1 വെച്ച് ചെക്ക് ചെയ്യണോ കേസ് 2 വെച്ച് ചെക്ക് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കാം. കേസ് 1 എപ്പോഴാണ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫംഗ്ഷന്റെ ഡൊമൈന്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ, ഡൊമൈൻ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ ഒരൊറ്റ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ അങ്ങനത്തെ കേസിൽ കേസ് 1. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏത് പോയിന്റിലാണോ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത് ആ പോയിന്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും സെയിം ഫംഗ്ഷൻ ആണെങ്കിൽ, പോയിന്റിന്റെ ഇടത്തും വലത്തും ഒരേ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് കേസ് 1 വെച്ച് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ. ഇനി എപ്പോഴാ മക്കളെ കേസ് 2? കേസ് 2 എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ? ഡൊമൈൻ സെറ്റിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ ഒരൊറ്റ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻസ്. എന്താണ് സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻസ്? നമുക്കറിയാം. ഇപ്പൊ നമുക്കൊരു ഫോർ എക്സാമ്പിൾ സിഗ്നം ഫംഗ്ഷൻസ് ഒക്കെ നമുക്കറിയാം. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ നമ്പേഴ്സ് ആണ്. ആ സിഗ്നം ഫംഗ്ഷൻ നമുക്കറിയാം ഒരു -∞ മുതൽ 0 വരെ, 0 മുതൽ ഇൻഫിനിറ്റി വരെ, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടോട്ടൽ ഇന്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്, അഥവാ സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻസ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏത് പോയിന്റിലാണോ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് ആ പോയിന്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വ്യത്യസ്ത ഫംഗ്ഷൻ ആണെങ്കിൽ
നമ്മൾ ചെക്ക് ചെയ്യുന്ന പോയിന്റിന്റെ ഇടത്തും വലത്തും വ്യത്യസ്ത ഫംഗ്ഷൻ ആണെങ്കിൽ ഏത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യേണ്ടത്? കേസ് 2 വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് കേസ് 1 പറയുന്നത്? 3 കണ്ടീഷൻ ആണുള്ളത്. കേസ് 1 ൽ 3 കണ്ടീഷൻസ്. ഫസ്റ്റത്തെ ലിമിറ്റ് x ടെൻഡ്സ് ടു c f of x എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ c എന്ന പോയിന്റില് f of x എന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു. സെക്കൻഡ് വൺ f of c എക്സിസ്റ്റ് ചെയ്യണം. ആ പോയിന്റില് ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. മൂന്നാമത്തത് ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് രണ്ടും ഈക്വൽ ആകും വേണം. ഓക്കെ. കേസ് 2 എപ്പോഴാണ് ആപ്ലിക്കബിൾ നമ്മൾ പറഞ്ഞു. കേസ് 2 പറയുന്നത് നമുക്കറിയാം പോയിന്റിന് ലെഫ്റ്റിലും റൈറ്റിലും വ്യത്യസ്ത ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ലിമിറ്റ് കാണണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണേണ്ടി വരും. അപ്പൊ അത് ഇവിടെ നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും അതാണ് പറയുന്നത്. ലിമിറ്റിന്റെ ലെഫ്റ്റും ലിമിറ്റിന്റെ റൈറ്റും ആണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ലിമിറ്റ് x ടെൻഡ്സ് ടു c മൈനസ് f of x എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ c എന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് കാണുന്നത്? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. ആ c എന്ന പോയിന്റിന്റെ ലെഫ്റ്റിലും c എന്ന പോയിന്റിന്റെ റൈറ്റിലും വ്യത്യസ്ത ഫംഗ്ഷൻ ആണെങ്കിൽ c എന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. മൂന്നാമത്തത് c എന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. നാലാമത്തെ കണ്ടീഷൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് മൂന്നും എന്താവണം? ഈക്വൽ ആകണം. അപ്പൊ കേസ് 1 ആവട്ടെ കേസ് 2 ആവട്ടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റിലെ ഒരു പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഒന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. ഒന്ന് പറഞ്ഞു നോക്കൂ എന്താണ്? ആ പോയിന്റിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ദെൻ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. മൂന്നാമത്തതോ ആ പോയിന്റിലെ ലിമിറ്റിന്റെ വാല്യൂ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആകണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ പറഞ്ഞു. എന്താണ്? 3 കണ്ടീഷൻസ് ഉണ്ട്. ഇത് നമ്മളൊരു ഫംഗ്ഷൻ എടുത്തു. ഇവിടെ നോക്കാം. ഒരു ഫംഗ്ഷൻ എടുത്തു. എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. ആ ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റിൽ നമ്മൾ ഒരു ആർബിട്രറി പോയിന്റ്സ് എടുത്തു. സി എന്നൊരു പോയിന്റ്സ് എടുത്തു. ഇനി ആ ഫംഗ്ഷൻ ഈ സി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് സങ്കല്പിക്കാം. കണ്ടിന്യൂസ് ആകാതിരിക്കണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യാതെ മതി. ഫസ്റ്റ് എന്തായിരുന്നു? സപ്പോസ് സി എന്ന പോയിന്റില് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ലാന്ന് സങ്കല്പിക്കാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. ഇത് ഇങ്ങനെ എന്ത് ചെയ്തു? സി എന്ന പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ സി എന്ന പോയിന്റ് നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടി. പക്ഷെ അത് രണ്ടും എന്തായില്ല? ഈക്വൽ ആയില്ല. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ അഥവാ നോക്കി ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം. എന്താണ് പറയാം? ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഏത് പോയിന്റിലാണോ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാതിരിക്കുന്നത് ആ പോയിന്റിന് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയും എന്ന് പറയാം. എന്താണ് പറയാ? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങളെ നോട്ട് ബുക്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം. ഓക്കെ. സ്ക്വയർ ബ്രാക്കറ്റിന് ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. എന്താണ് പറഞ്ഞിട്ടുണ്ട്? ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി, ഒരു ഫംഗ്ഷൻ സി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ then f is discontinuous at c, ആ ഫംഗ്ഷൻ എന്തായിരിക്കും? സി എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. then and c is called point of discontinuity. അപ്പൊ നമുക്ക് ആ പോയിന്റിനെ സി എന്ന പോയിന്റിന് എന്ത് പറയാൻ പറ്റും? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. സിമ്പിൾ ആണ്. എന്താണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാല് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാത്ത പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആണല്ലോ? ഇത് നോക്കി നിങ്ങൾ കണ്ടീഷൻസ് ഫോർ ഡിസ്കണ്ടിന്യൂറ്റി. കണ്ടീഷൻ ഫോർ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ നമുക്കറിയാം. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒക്യുപ്പൈ ചെയ്താൽ അതെന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും. കണ്ടീഷൻസ് ആയിരിക്കും. ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി. നമ്മൾ നേരത്തെ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സി എന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സിന് സി എന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടു. അതേപോലെ തന്നെ എഫ് ഓഫ് സിയും കണ്ടു.
അത് രണ്ടും എന്തായില്ല, ഈക്വൽ ആയില്ല. പോയില്ലേ? എന്തായിരിക്കും ഫംഗ്ഷന്? കണ്ടിന്യൂസ് ആവില്ല. ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഫസ്റ്റ് കേസിന് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് സിക്ക് ഈക്വൽ അല്ലെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ആ ഡിസ്കണ്ടിന്യൂസിനെ നമ്മളൊരു ഓമന പേരിട്ട് വിളിക്കും. ആ പേരാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഇങ്ങനെ പേര് പറയാനുള്ള കാരണം ഈ ഡിസ്കണ്ടിന്യൂറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പ്രോബ്ലത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ഫസ്റ്റ് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റിയെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റില് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, ആ പോയിന്റില് ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്തു, പക്ഷെ അത് രണ്ടും എന്തായില്ല, ഈക്വൽ ആയില്ല. അപ്പൊ അതെന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ദാറ്റ് ഈസ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഇനി രണ്ടാമത്തെ നോക്കി നിങ്ങൾ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, പക്ഷേ അത് രണ്ടും എന്തായിട്ടില്ല, ഈക്വൽ ആയിട്ടില്ല. ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഈക്വൽ അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അത്തരത്തിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിയെ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയാം. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഈ പേരിലൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തത് ഇത്രയേ ഉള്ളൂ. സി എന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സസ് ചെയ്തില്ല, അതേപോലെ തന്നെ സി എന്ന പോയിന്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സസ് ചെയ്തില്ല. എങ്ങനെ? സി എന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സസ് ചെയ്തു, പക്ഷെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സസ് ചെയ്തില്ല. തിരിച്ച് സി എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സസ് ചെയ്തു, പക്ഷെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സസ് ചെയ്തില്ല. അല്ലെങ്കിൽ രണ്ടും സംഭവിക്കാം എന്ന് പറഞ്ഞാൽ സി എന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റോ റൈറ്റ് ഹാൻഡ് ലിമിറ്റോ എക്സസ് ചെയ്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും അതെന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഡിസ്കണ്ടിന്യൂറ്റി. ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഏത് പോയിന്റിലാണോ കണ്ടിന്യൂസ് ആവാതിരിക്കുന്നത്, ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ആവാനുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ല, ദാറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ. അപ്പൊ മക്കളെ, ഒരു ഫംഗ്ഷൻ അതിന്റെ ഡൊമൈൻ സെറ്റിലുള്ള ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ കുറച്ച് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന്റെ മീനിങ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഒരു ഫംഗ്ഷൻ എടുത്തു, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഫംഗ്ഷൻ. ഇത് നമുക്ക് ഫെമിലിയർ ആണ്, ഫസ്റ്റ് ഇയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ നമ്മൾ ഒരു ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. എന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. എന്താ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ പ്രത്യേകത? അതിന്റെ പ്രീ ഇമേജും ഇമേജും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം y ഈക്വൽ ടു എക്സ് ആണ്. എക്സിന് എന്താണോ കൊടുത്തത് അത് തന്നെയായിരിക്കും y ആയിട്ട് വരിക. ഒന്ന് നോക്കി നിങ്ങൾ, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈന്റെ വാല്യൂ 0. അതാണ് 0 0 എന്ന പോയിന്റ് ഗ്രാഫിൽ വന്നു. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈന്റെ വാല്യൂ 1, ദാറ്റ് ഈസ് 1 1 എന്ന പോയിന്റ് വന്നു. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈന്റെ വാല്യൂ 2, ദാറ്റ് ഈസ് 2 2 എന്ന പോയിന്റ് വരും. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷന്റെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചു. ഇനി നമ്മൾ ഈ ഗ്രാഫ് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു വാല്യൂ എടുത്തു. എക്സ് ഈക്വൽ ടു നമുക്കറിയാം ഡൊമൈൻ സെറ്റിൽ ഒരു പോയിന്റ്സിലാണ് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി എക്സ് ഈക്വൽ ടു 1 എന്നൊരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തു. നോക്കി, ഇതാണ് എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റ്. ഈ 1 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് എന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ 3 കണ്ടീഷൻ അല്ലെങ്കിൽ 4 കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. 1 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 1 എന്ന പോയിന്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും 1 എന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഇത് മൂന്നും എക്സിസ്റ്റ് ചെയ്യും വേണം. അത് മൂന്നും ഈക്വൽ ആണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് കാണണം മക്കളെ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് കാണാൻ. 1 എന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാൻ. എന്താ ഇതിന്റെ മീനിങ്? എക്സ് 1ലേക്ക് ടെൻഡ് ചെയ്യുന്നു. എങ്ങനെ? മൈനസ് ഉണ്ട്. അപ്പൊ എക്സ് 1ലേക്ക് 1ന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നോക്കി നിങ്ങൾ ഇങ്ങനെ നോക്കിയതാ -3 -2 കഴിഞ്ഞ് -1 കഴിഞ്ഞ് 0 കഴിഞ്ഞ് എക്സ് എവിടേക്ക് പോകണേ? ഈ പോയിന്റിന് എക്സ് ഈക്വൽ ടു 1 എന്ന ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ലക്ഷ്യം വെച്ച് കാണ്ട് എക്സ് ഇങ്ങനെ ടെൻഡ് ചെയ്യണം. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആരും ടെൻഡ് ചെയ്യും.
എഫ് ഓഫ് എക്സ്, ഇതല്ലേ എഫ് ഓഫ് എക്സ് വൈ അഥവാ എഫ് ഓഫ് എക്സ്. നോക്കി, എക്സിന് -3 കൊടുക്കുമ്പോ വൈന്റെ വാല്യൂ -3 ആണ്. ദെൻ എക്സ് -2 സ്വീകരിക്കുമ്പോൾ വൈന്റെ വാല്യൂ -2 ആണ്. എക്സ് -1 കൊടുക്കുമ്പോ വൈന്റെ വാല്യൂ -1. എക്സ് 0 ആകുമ്പോ വൈന്റെ വാല്യൂ 0. അപ്പൊ എക്സ് ഇതിലൂടെ എങ്ങനെ 1ന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നോക്കിയേ, എക്സ് 1ന്റെ ലെഫ്റ്റ് സൈഡിലൂടെ 1ന് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ക്ലിയർ ആണല്ലോ, എഫ് ഓഫ് എക്സ് അഥവാ വൈ ഇതിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്, ഇതാ കടന്നു വരുന്നുണ്ട്. എക്സ് 1ലേക്ക് നീങ്ങുന്നതിനനുസരിച്ച് വൈ ഇവിടെ ഈ ഒരു പോയിന്റിലേക്കാണ് നീങ്ങുന്നത്. ഇത് ഏതാ പോയിന്റ്? നമുക്ക് ഗ്രാഫ് ഒന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയും, 1 അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും 1 എന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് വാല്യൂ? 1 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് 1ലേക്ക് 1ന്റെ ലെഫ്റ്റ് സൈഡിലൂടെ ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 1ലേക്ക് ടെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 1 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1. ഇനി ഇതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ 1 എന്ന പോയിന്റിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. പെട്ടെന്ന് പറയുകയാണ്, റൈറ്റ് ഹാൻഡ് പ്ലസ് ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് 1ലേക്ക് ഇതേ പോയിന്റിലേക്ക് തന്നെയാണ്, 1ലേക്ക് ആ 1ന്റെ റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. 3 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 1ന് ലക്ഷ്യം വെച്ച് വരികയാണ്. അപ്പൊ നോക്കി, നിങ്ങൾ എഫ് ഓഫ് എക്സ് ഇങ്ങനെ ടെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അത് ആ എഫ് ഓഫ് എക്സും അതേ പോയിന്റിലേക്ക് തന്നെയാണ് ടെൻഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 1 എന്ന പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്തു. ആ റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. അത് രണ്ടും ഈക്വൽ ആണ്. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഏത് പോയിന്റിലാണോ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. ഇവിടെ എന്താ ഫംഗ്ഷൻ? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. നമ്മൾ എക്സ് എന്ന് വെച്ചാൽ നമ്മുടെ പോയിന്റ് ഫംഗ്ഷൻ എക്സ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യുന്നത് 1 എന്ന പോയിന്റിലാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 1. എഫ് ഓഫ് 1ന്റെ വാല്യൂ എന്താ? എക്സ് കൊടുത്ത് 1 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 1 തന്നെയാണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, 1 എന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്തു. അത് 3 എക്സിസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ചെയ്തത്, എന്താണ്? 3 ഈക്വൽ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 1. അപ്പൊ നമുക്ക് പറയാൻ പറ്റും y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഫംഗ്ഷൻ 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത 1 എന്ന പോയിന്റിലല്ല, 2 എന്ന പോയിന്റ് എടുത്താലും 3 എന്ന പോയിന്റ് എടുത്താലും ഇനി ലെഫ്റ്റിലോട്ട് -1 -2 0 ഏത് പോയിന്റ് എടുത്താലും ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടിയാൽ നോക്കി, നിങ്ങൾ ഈ ഗ്രാഫിന്റെ പ്രത്യേകത ഉണ്ട്, അതൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്. എന്താ ഈ ഗ്രാഫിന്റെ പ്രത്യേകത? അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് കണ്ടാൽ ഇങ്ങനെയൊന്നും ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ ഗ്രാഫിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വരയ്ക്കാൻ, ആദ്യം മുതൽ അവസാനം വരെ വരയ്ക്കാൻ നമ്മൾ പേപ്പറിൽ നിന്നും എടുക്കാതെ നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ, ഗ്രാഫ് നോക്കി നിങ്ങൾ, ഇവിടെയാണ് സ്റ്റാർട്ടിങ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ ഗ്രാഫ് ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ബോർഡിൽ ഇത്ര വരയ്ക്കാൻ കഴിയുള്ളൂ. ഇതിങ്ങനെ -∞ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യാണ് അല്ലേ? അപ്പൊ നമുക്ക് സപ്പോസ് നമ്മൾ ബോർഡിൽ വരച്ച ഗ്രാഫ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് തുടങ്ങി ഇതിന്റെ അവസാനം വരെ വരയ്ക്കാൻ നമുക്ക് ഈ മാർക്കർ ഒരിക്കലും ബോർഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഗ്രാഫിന്റെ ആദ്യം മുതൽ അവസാനം വരാതെ പേനയോ മാർക്കറോ ഷിഫ്റ്റ് ചെയ്യാതെ നമുക്ക് വരയ്ക്കാൻ കഴിയുമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ വരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൈ പൊക്കാതെ നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ. ഓക്കെ, കണ്ടിന്യൂസ് കൂടുതൽ ക്ലിയർ ആവുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ കൂടി ഓടിച്ച് പറയാം. ഫംഗ്ഷൻ നോക്കാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഗ്രാഫൊക്കെ വിശദമായി പഠിച്ചിട്ടുണ്ട്. എന്താ മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ? നമുക്കറിയാം, മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ ആണ്. കേസ് ടു വെച്ച് ചെയ്യണം അല്ലെ? മോഡുലസ് ഓഫ് എക്സ് 2 വാല്യൂസ് ഉണ്ട്, -x ഉണ്ട്, x ഉണ്ട്. അപ്പോഴാ -x വരിക. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, എക്സിന്റെ വാല്യൂ 0നേക്കാൾ കുറവാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -x ഉം, എക്സിന്റെ വാല്യൂ 0യോ അല്ലെങ്കിൽ 0നേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സ് എന്തായിട്ട് വരും? x ആയിട്ട് വരും. ഇനിവേ ആ ഫംഗ്ഷന്റെ മോഡുലസ് ഓഫ് എക്സിന്റെ ഒരു റഫ് ഗ്രാഫ് നമ്മൾ വരച്ചു. നോക്കിയേ നിങ്ങൾ, ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ കേസ് വെച്ച് നമുക്ക് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് പച്ച മലയാളത്തിൽ നമുക്ക് എങ്ങനെ നിർവചിക്കാം? ഫംഗ്ഷന്റെ ഗ്രാഫ് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ
യെസ്, പേനയോ അല്ലെങ്കിൽ മാർക്കറോ ചോക്കയോ എന്തുകൊണ്ടാണോ നമ്മൾ വരയ്ക്കുന്നത്, ആ വരക്കുന്ന സാധനം പൊക്കാതെ ലിഫ്റ്റ് ചെയ്യാതെ വരക്കാൻ കഴിയുമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ നോക്കി നിങ്ങള്, ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മുടെ ബോർഡിൽ ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതിങ്ങനെ വരച്ച് നോക്കി, ഇവിടെ വരച്ച് ഇതുവരെ വരക്കണമെങ്കിൽ നമുക്ക് ഈ മാർക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്താ അറിയാം, പ്രോബ്ലം ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ല എന്ന്. അപ്പൊ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വേണം. ഇവിടെ നമ്മൾ ഏത് പോയിന്റിലാണ് ചെക്ക് ചെയ്യുന്നത്? 0 എന്ന പോയിന്റില്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാണാം? 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പെട്ടെന്ന് പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 0 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. ലിമിറ്റ് x tends to 0 minus f of x which is equal to limit x tends to 0 minus എക്സിന്റെ വാല്യൂ 0യിലേക്ക്, 0ന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നോക്കി നോക്കി, എക്സ് 0യിലേക്ക്, ഇവിടെയാണ് 0 എന്ന വാല്യൂ, x ഈക്വൽ ടു 0 എന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പൊ ഈ പോയിന്റിലേക്ക് എക്സ് 0 ലെഫ്റ്റിലൂടെ കടന്നു വരിക എന്ന് പറഞ്ഞാൽ എക്സ് ഇതിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് എക്സ് നോക്കി, നിങ്ങൾ എവിടെ ടെൻഡ് ചെയ്ത് വരുന്നത്? 0യിലേക്കാണ്. അപ്പൊ അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എക്സിന്റെ വാല്യൂ 0നേക്കാൾ കുറവാണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? -x എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വിധ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, എക്സ് 0യിലേക്ക് ഇങ്ങനെ ടെൻഡ് ചെയ്ത് വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഇതാ കടന്നു വരുന്നത് എവിടേക്കാണ്? 0യിലേക്കാണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? 0 എന്ന പോയിന്റ് ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്. അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? ലിമിറ്റ് x ടെൻസ് 0 മൈനസ് ആണെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ -x നിർത്തും. ഇതെങ്ങനെ ചെയ്യാം? ലിമിറ്റ് ചെയ്യാം. എക്സ് എടുക്കാനോ ടെൻഡ് ചെയ്യുന്നത്, ആ വാല്യൂ എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കുക. ദാറ്റ് ഈസ് എക്സ് ടെൻഡ് ചെയ്യുന്നത് 0യിലേക്കാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? -0 എന്ന് പറഞ്ഞ 0. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ചെയ്തു. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 0 plus f of x. പെട്ടെന്ന് പറയൂ. ലിമിറ്റ് x tends to 0 plus x 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. എങ്ങനെ? 0നേക്കാൾ വലിയ വാല്യൂ സ്വീകരിച്ച്. അപ്പൊ നോക്കി നിങ്ങൾ, x 0നേക്കാൾ വലിയ വാല്യൂ സ്വീകരിക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? x ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? x 0യിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്താൽ എന്ത് വരും? 0 എന്ന് വരും. അപ്പൊ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 0 ആണ്. ഇനി ഗ്രാഫ് നമുക്ക് പറയാൻ പറ്റും, x 0യിലേക്ക് 0ന്റെ റൈറ്റ് സൈഡിലൂടെ ടെൻഡ് ചെയ്യുന്നു. ഇതാണ് 0 എന്ന പോയിന്റ്. ഇതിന്റെ റൈറ്റ് സൈഡിലൂടെ ടെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ എക്സ് ഇത് ഇതിലൂടെ ഇങ്ങനെ വന്നിക്കാണ്ട് ഈ 0 എന്ന പോയിന്റിൽ ലക്ഷ്യം വെച്ച് വരുന്നു. അപ്പൊ എഫ് ഓഫ് എക്സ് ഗ്രാഫിലൂടെ നമുക്ക് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് കൊടുക്കുക തന്നെയാണ് വരുന്നത് 0യിലേക്ക്. എന്നിവ 0 എന്ന പോയിന്റില് റൈറ്റ് ആ ലിമിറ്റ് എക്സസ് ചെയ്തു. അത് എത്ര വന്നത്? 0. ഇത് നമുക്ക് എന്ത് കണ്ടാണ്? എഫ് ഓഫ് 0 എന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ എന്താണ് വരിക? എക്സ് ആണ് വരിക. അപ്പൊ എഫ് ഓഫ് എക്സ് equal to x, that is f of 0 equal to 0. അപ്പൊ 0 എന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് x ചെയ്തു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് x ചെയ്തു, 0 എന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ x ചെയ്തു. ഇത് മൂന്നും ഈക്വൽ ആണ്. അപ്പൊ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ എക്സാമ്പിൾ, സിഗ്നം ഫംഗ്ഷൻ. ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, ഓടിച്ച് പറയാണ്. y equal to f of x equal to, ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. മോഡുലസ് ഓഫ് x by x when x not equal to 0 and y equal to 0 when x equal to 0. x ന്റെ വാല്യൂ 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0യും 0 അല്ലാത്ത എല്ലാ പോയിന്റിനും ഫംഗ്ഷന്റെ വാല്യൂ മോഡുലസ് ഓഫ് x by x. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. x ന്റെ വാല്യൂ 0നേക്കാൾ കുറവാണെങ്കിൽ -1, x ന്റെ വാല്യൂ 0 ആകുമ്പോൾ 0, y ന്റെ വാല്യൂ. x ന്റെ വാല്യൂ 0നേക്കാൾ കൂടുതലാണെങ്കിൽ y ന്റെ വാല്യൂ 1. അപ്പൊ നോക്കി നിങ്ങൾ, x ന്റെ വാല്യൂ 0നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ y ന്റെ വാല്യൂ 1. സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇതിന്റെ മീനിങ് ഇങ്ങനെ ഒരു സർക്കിൾ ഇട്ടാൽ നമ്മൾ ഫസ്റ്റ് ഇയർ പറഞ്ഞിട്ടുണ്ട്. സർക്കിൾ ഇട്ടാൽ അതിന്റെ മീനിങ് x ഈക്വൽ ടു 0 ആകുമ്പോൾ y ന്റെ വാല്യൂ 1 അല്ല എന്നാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കി, നിങ്ങൾ ഷൈഡ് ചെയ്തിട്ടുണ്ട്. ഷൈഡ് ചെയ്തെന്ന് പറഞ്ഞ ഇതിന്റെ മീനിങ് x ന് വാല്യൂ 0 കൊടുക്കുമ്പോൾ y ന്റെ വാല്യൂ എന്താണ്? 0. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും x ഈക്വൽ ടു 0 ആകുമ്പോൾ y ന്റെ വാല്യൂ 0. ഇനി അടുത്തത് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വന്നിട്ടുണ്ട്. ഇതിന്റെ മീനിങ് x ന്റെ വാല്യൂ 0നേക്കാൾ കുറവാണെങ്കിൽ y ന്റെ വാല്യൂ -1. ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്. നമുക്ക് പറയാൻ പറ്റും, ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ ഗ്രാഫ് വരക്കണമെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒന്നിച്ച് വരക്കാൻ കഴിയുമോ? ഇല്ല. ഇത് മുതൽ ഇതുവരെ വരച്ച് എന്നിട്ട് നമുക്ക് പേന ഉയർത്തിയിട്ടേ ഇത് വരക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പേന ഷിഫ്റ്റ് ചെയ്തിട്ടേ ഇത് വരക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. കാരണം ഗ്രാഫിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമുക്ക് ഒരൊറ്റ ഒരു ഫ്ലുവൻസിയിൽ ഗ്രാഫ് വരക്കാൻ കഴിയൂല. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. ക്ലിയർ ആണല്ലോ?
അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ഏത് പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? x ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പ്രാഥമിക ദൃഷ്ടിയാൽ നമ്മൾ പറഞ്ഞു ഈ ഫംഗ്ഷൻ 0 എന്ന പോയിന്റിൽ എന്തല്ല, കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 0 എന്ന പോയിന്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 0 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. ദാറ്റ് ഈസ് ലിമിറ്റ് പറയൂ ലിമിറ്റ് x tends to 0 minus f of x, it is equal to limit x tends to 0 minus x 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു, 0നേക്കാൾ ചെറിയ വാല്യൂ സ്വീകരിച്ചു. അപ്പൊ x 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ f of x കൊടുക്കാൻ ടെൻഡ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. f of x ടെൻഡ് ചെയ്യുന്നത് എന്താണ്? -1ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കി നിങ്ങൾ 0 എന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, ഒരു ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് -1 ആണ്. ഈ നമ്മൾ 0 എന്ന പോയിന്റിലെ എന്ത് കാണാണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 0 plus f of x equal to നോക്കുക x 0യിലേക്ക് 0ന്റെ റൈറ്റ് സൈഡിലൂടെ ടെൻഡ് ചെയ്യുമ്പോൾ x 0യിലേക്ക് 0ന്റെ റൈറ്റ് സൈഡിലൂടെ ടെൻഡ് ചെയ്ത് വരികയാണ്. അപ്പൊ f of x നോക്കി നിങ്ങൾ f of x കൊടുക്കാൻ ടെൻഡ് ചെയ്യുന്നത് 1 എന്ന പോയിന്റിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്, which is equal to 1. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ എന്താവൂല, കണ്ടിന്യൂസ് ആവൂല. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തല്ല, ഈക്വൽ അല്ല. ഇത് -1ഉം ഇത് 1ഉം ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. സോ ഈ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, നോട്ട് എ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ്. ഏത് പോയിന്റിലാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്? അത് 0 എന്ന പോയിന്റിലാണ്. x ഈക്വൽ ടു ഡൊമൈൻ സെറ്റിലുള്ള 0 എന്ന പോയിന്റിലാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്. ദാറ്റ് ഈസ് 0 ഈസ് കാൾഡ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. എന്താണ് പറയുന്നത്? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി 3 മെത്തേഡ്, ഡിസ്കണ്ടിന്യൂറ്റിയുടെ 3 കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ്? ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, പക്ഷെ അത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് ചെയ്യാണ്ട്. അപ്പൊ ഓരോന്നും നമുക്ക് ചെയ്യാം. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ചെയ്യാം, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്, ഒരുപാട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി പരിചയമാവും. അപ്പൊ ഇത്രയാണ് നമുക്ക് കണ്ടിന്യൂറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഈ ഡെഫിനിഷൻ, ആദ്യം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ, പിന്നെ ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ, അതിനുശേഷം ഇപ്പൊ 3 എക്സാമ്പിൾ. ഫസ്റ്റ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ മോഡുലസ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞു, അതിനുശേഷം സിഗ്നൽ ഫംഗ്ഷന്റെ എക്സാമ്പിൾ. ഇത് 3 ഗ്രാഫിലൂടെ നമ്മൾ വിശദമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നോട്ട് ബുക്കിൽ നിങ്ങൾ വൃത്തിയായി എഴുതിയെടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള കണ്ടിന്യൂറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം വൃത്തിയായി നോട്ട് ബുക്ക് എഴുതി എടുത്തതിന് ശേഷം നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് അതിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരണം. അത് ഞാൻ മാർക്ക് ചെയ്യും. ഈ വർഷം നമുക്കറിയാം എക്സാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സി മാർക്കുണ്ട്. സി മാർക്കിൽ അസൈൻമെന്റ് ആയിട്ട് ഒരുപക്ഷെ നമുക്ക് ഇത് പരിഗണിക്കാം. നിങ്ങളുടെ നോട്ട് ബുക്ക് പ്രസന്റേഷൻ ആണ് അസൈൻമെന്റ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അത് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് നിങ്ങൾ ഫോട്ടോ അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്ലസ് അതിനോടൊപ്പം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.